ഹായ് ഫ്രണ്ട്സ്, വാരൻ ബുഫറ്റിൻ്റെ സുപ്രസിദ്ധമായ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കോട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, നെവർ ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു കമ്പനി എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നാം ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി അവർ പണമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാം, അവരുടെ ബിസിനസ് എന്താണെന്നറിയാം, അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കഴിഞ്ഞ 75 വർഷമായിട്ട് അവർ ഈ ബിസിനസ് ചെയ്യുകയാണെന്ന് പറയാം. പക്ഷേ നമ്മൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുക പോലും ചെയ്യുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോക്കാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. ആ എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ബാറ്ററി നമ്മൾ നമ്മുടെ വാഹനങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ആ സ്റ്റോക്ക് എങ്ങനെയാണ് ആ കമ്പനി പണം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്ക് പരിഗണിക്കുന്നില്ല? കഴിഞ്ഞ ദിവസം ഏപ്രിൽ 8-ാം തീയതി 13% ഒരു വമ്പിച്ച മുന്നേറ്റമാണ് ഈ സ്റ്റോക്കിലുണ്ടായത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിൻ്റെ എക്കാലത്തെയും വലിയ ഉയരത്തിൽ 363 എന്ന ലെവലിൽ എത്തുക പോലും ചെയ്തു. അപ്പോൾ ഈ സൗത്ത് കൊറിയൻ ഓട്ടോ ജയൻസ് ആയിട്ടുള്ള ഹ്യുണ്ടായി, അതുപോലെ കിയ കോർപ്പറേഷൻ, ഇവർ ഇന്ത്യയിൽ അവരുടെ EV കാർ സെഗ്മെൻറ്റിലുള്ള ഉൽപ്പാദനം കൂട്ടാനും നല്ല രീതിയിൽ ആ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ EV കാറുകളുടെ നിർമ്മാണത്തിന് വേണ്ട ലിഥിയം അയൺ ബാറ്ററി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സൈഡ് എനർജി സൊല്യൂഷൻ ലിമിറ്റഡുമായിട്ട് അവരൊരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് എക്സൈഡ് സ്റ്റോക്കിൽ വമ്പിച്ച ഒരു മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ വർഷങ്ങളായി മാർക്കറ്റിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ എപ്പോൾ എൻട്രി എടുക്കണമെന്നും ഈ സ്റ്റോക്ക് എത്രമാത്രം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് നമ്മുടെ ബാറ്ററികളൊക്കെ ഇറക്കുമതി ചെയ്തിരുന്നത് വിദേശത്ത് നിന്നായിരുന്നു. 1920 ക്ലോറൈഡ് ഇലക്ട്രിക്കൽ സ്റ്റോറേജ് കമ്പനി എന്ന പേരിൽ ആദ്യത്തെ ബാറ്ററി കമ്പനി രൂപം കൊള്ളുന്നത് മുതലാണ് ഇന്ത്യയുടെ ബാറ്ററി നിർമ്മാണ ചരിത്രം തന്നെ ആരംഭിക്കുന്നത്. ആദ്യത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചത് 1947 വെസ്റ്റ് ബംഗാളിലെ ശ്യാംനഗർ എന്ന സ്ഥലത്ത് ഒരു ഫാക്ടറി സ്ഥാപിച്ചുകൊണ്ടാണ്. ഇപ്പോൾ റെയിൽവേ ട്രാക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ആവശ്യമായി വന്നതിന് 1963 വലിയ തോതിലുള്ള കപ്പാസിറ്റിയിലുള്ള ബാറ്ററികൾ നിർമ്മിക്കാനും തുടങ്ങി. 1969 മഹാരാഷ്ട്രയിലെ ചിഞ്ച്വാഡ് എന്ന സ്ഥലത്ത് രണ്ടാമത്തെ ഒരു ബാറ്ററി യൂണിറ്റും കൂടി സ്ഥാപിച്ചതോടു കൂടിയാണ് എക്സൈഡ് അതിൻ്റെ ഓട്ടോമൊബൈൽ രംഗത്തേക്കുള്ള കടന്നുകയറ്റം നടത്താൻ തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമൊബൈൽ വെഹിക്കിളുകൾക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററികൾ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര പിന്നീട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. 2.5 AH മുതൽ 20,600 AH വരെയുള്ള ഇൻഡസ്ട്രിയൽ രംഗത്ത് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റിയിൽ ബാറ്ററി നിർമ്മിക്കാനുള്ള ആ ഒരു നിലയിലേക്ക് ഈ എക്സൈഡ് ഇൻഡസ്ട്രീസ് വളർന്നു. എക്സൈഡ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ സ്റ്റോറേജ് ബാറ്ററി ബിസിനസ് രംഗത്ത് ഇപ്പോൾ ഒരു മാർക്കറ്റ് ലീഡിംഗ് പൊസിഷനിലുള്ള കമ്പനിയാണ്. വാഹനങ്ങളിലുള്ള ഏത് സെക്ടർ എടുത്താലും, ഇപ്പോൾ 2 വീലർ സെക്ടർ ആയാലും 4 വീലർ സെക്ടർ ആയാലും 3 വീലർ സെക്ടർ ആയാലും, ഇനി അഥവാ ഓട്ടോറിക്ഷ സെഗ്മെൻറ്റിലായാലും, അതുപോലെ UPS നിർമ്മാണ മേഖലയിലായാലും, അതിലൊക്കെ നീളുന്ന ഓട്ടോമൊബൈൽ വിഭാഗത്തിൽപ്പെട്ട ഏത് വാഹനങ്ങൾ എടുത്താലും അതിലൊക്കെ എക്സൈഡ് ബാറ്ററികൾ നമുക്ക് കാണാൻ കഴിയും. 2 വീലേഴ്സിൻ്റെ 2.8 മുതൽ മുകളിലോട്ടുള്ള റേഞ്ചിലുള്ള ബാറ്ററികൾ മുതൽ 260 AH നോൺ വെഹിക്കുലർ ബാറ്ററികൾ വരെ ഇവർ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ വ്യാവസായിക ആവശ്യത്തിനാവശ്യമുള്ള വേറെ തന്നെ ഒരു നിർമ്മാണ പ്രോസസ്സ് ഇവർക്കുണ്ട്. 7 AH മുതൽ 3200 AH വരെയുള്ള മൾട്ടിപ്പിൾ കപ്പാസിറ്റി ബാറ്ററികൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഇവരുടെ ഒരു വരുമാനം നോക്കുകയാണെങ്കിൽ ഓട്ടോമോട്ടീവ് സെക്ടറിൽ നിന്ന് 73% വരുമാനവും ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിൽ നിന്ന് 26% വരുമാനവും കൂടാതെ ഇവരുടെ 1% വരുമാനം വരുന്നത് മുങ്ങിക്കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററികൾ നിർമ്മിക്കുന്നിടത്താണ്. ഇവരുടെ സെക്ടർ വൈസ് സാന്നിധ്യം നോക്കുകയാണെങ്കിൽ പവർ സെക്ടർ, സോളാർ സെക്ടർ, അതുപോലെ റെയിൽവേ, ടെലികോം സെക്ടർ, UPS, ഈ ഒരു മേഖലകളിലൊക്കെ ഇവരുടെ ബാറ്ററികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ ഒരു കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് ലീഡിങ് 4 വീലർ, 3 വീലർ, 2 വീലർ കമ്പനികൾ എടുത്താലും അവയൊക്കെ ഇവരുടെ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്.
അതുപോലെ ഇവരുടെ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് എടുക്കുകയാണെങ്കിൽ എമേഴ്സൺ, എറിക്സൺ, ഹിറ്റാച്ചി, സിപ്ല, ജനറൽ ഇലക്ട്രിക്, മിസ്തുബിഷി, ഗോദ്രേജ്, BSNL, ഫിനോലെക്സ്, BHEL, ടാറ്റ, NTPC, ഇൻഡസ്ട്രീസ് അങ്ങനെ തുടങ്ങി വലിയൊരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ ഒരു റവന്യൂ ബ്രേക്കപ്പ് ജോഗ്രഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഇവരുടെ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്നത്. 91% ഇവരുടെ പ്രൊഡക്റ്റുകൾ വിറ്റയക്കപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഇവരുടെ എക്സ്പോർട്ട് 9% മാത്രമാണ്. അത് തന്നെ പക്ഷേ 60ഓളം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് കിടക്കുന്നുമുണ്ട്. അതുകൂടാണ്ട് ഇവർ വലിയ തോതിൽ ഇൻ്റർനാഷണൽ കൊളാബറേഷനുകളിൽ ഏർപ്പെടുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇപ്പോൾ നിലവിൽ തന്നെ 6 ഓവർസീസ് ടെക്നിക്കൽ കൊളാബറേഷൻ ഇവർക്ക് പല കമ്പനികളുമായിട്ടുണ്ട്. പലതും ഷോർട്ട് ടേമും ലോങ് ടേമും ആയിട്ടുള്ള കൊളാബറേഷൻസാണ്. ഷോവ ടെങ്കോ ജപ്പാൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഇവർക്ക് കൊളാബറേഷൻ ഉണ്ട്. ഫുറുക്കാവ എന്ന് പറയുന്ന മറ്റൊരു ജപ്പാൻ കമ്പനിയുമായിട്ടുണ്ട്. കൂടാതെ ഈസ്റ്റ് പെൻ എന്ന് പറയുന്ന USA കമ്പനിയുമായിട്ട് ഇവർക്ക് കൊളാബറേഷൻ ഉണ്ട്. കൂടാതെ മൗറ എന്ന് പറയുന്ന ഒരു ബ്രസീൽ കമ്പനിയുമായിട്ട് കൊളാബറേഷൻ ഉണ്ട്. അതുപോലെ SVOLT എന്ന് പറയുന്ന ചൈന കമ്പനിയുമായിട്ടും ഇവർക്ക് കൊളാബറേഷൻ ഉണ്ട്. ചൈനയിലെ തന്നെ മറ്റൊരു സ്വാൾട്ട് എനർജി ടെക്നോളജി കമ്പനിയുമായിട്ട് ഇവർ ലിത്യൻ അയൺ സെൽ മാനുഫാക്ചറിങ് രംഗത്തും ഒരു കോൺട്രാക്റ്റ് നിലവിലുണ്ട്. ഇപ്പോൾ ഇവരുടെ പ്ലാന്റുകളെ സംബന്ധിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 10ഓളം പ്ലാന്റുകൾ ഇവർക്കുണ്ട്. അഹമ്മദ്നഗർ, ചിഞ്ചുവാഡ്, തലോജ എന്ന് പറയുന്ന 3 പ്ലാന്റുകൾ മഹാരാഷ്ട്രയിലും, ഭവാൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഹരിയാനയിലും, അതുപോലെ ഹരിദ്വാർ, റൂർക്കി എന്നീ ഉത്തരാഖണ്ഡിലുള്ള ഈ സ്ഥലങ്ങളിൽ ഇവർക്ക് പ്ലാന്റുകൾ. കൂടാതെ ഹൽദിയ, ശ്യാംനഗർ എന്ന് പറയുന്ന 2 പ്ലാന്റുകൾ വെസ്റ്റ് ബംഗാളിലും, അതുപോലെ തമിഴ്നാട്ടിലെ ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്ലാന്റും. കൂടാതെ ഇവരെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു R&D സെൻറ്റർ കൽക്കത്തയിലും ഇവർ 1976 മുതൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ബേസിക്കലി ഇതൊരു കൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. 2018 കമ്പനി തങ്ങളുടെ ബാറ്ററി നിർമ്മാണ രംഗത്ത് നിർണായകമായ ഒരു പുതിയൊരു കാൽവെപ്പ് എടുത്തു വെക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലുള്ള ലെക്ലാൻഷെ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ചേർന്ന് എക്സൈഡ് ലെക്ലാൻഷെ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി കമ്പനിക്ക് ഇവർ രൂപം നൽകിയത് 2018. അപ്പോൾ EV വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിത്യൻ അയൺ ബാറ്ററി നിർമ്മിക്കുക എന്നതായിരുന്നു ആ കമ്പനി രൂപീകരണത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ 2022 നവംബറോടുകൂടി ഈ ലെക്ലാൻഷെ ഈ ഒരു ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്ണർഷിപ്പിൽ നിന്ന് അവർ എക്സിറ്റ് ആവുകയും 2024 മാർച്ചോടെ ഈ എക്സൈഡ് എനർജി എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എക്സൈഡ് എനർജി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുമായിട്ട് മേർജ് ചെയ്തുകൊണ്ട് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയായിട്ട് എക്സൈഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്തു. അപ്പോൾ എക്സൈഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് അവരുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗിഗാ പ്ലാന്റ് അവർ ബാംഗ്ലൂരിൽ സെറ്റപ്പ് ചെയ്തു. ഇതോടുകൂടിയാണ് എക്സൈഡ് ഇൻഡസ്ട്രി അതിൻ്റെ ജൈത്രയാത്ര രണ്ടാമതും ആരംഭിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്കിലുണ്ടായ മുന്നേറ്റം ഈ എക്സൈഡ് എനർജി സൊല്യൂഷൻസുമായി ഈ കിയ കോർപ്പറേഷനും അതുപോലെ ഹുണ്ടായി എന്ന് പറയുന്ന കൊറിയൻ കമ്പനികൾ നടത്തിയിട്ടുള്ള ഒരു MOU കാരണമാണ്. അത് ലിത്യൻ അയൺ ബാറ്ററി പ്രത്യേകിച്ച് അവരുടെ EV വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചേൽക്കുന്ന ആ ഒരു MOU വന്നതിന് ശേഷമാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു മുന്നേറ്റം ഉണ്ടായത്. ഇനി എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ആ സ്റ്റോക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ 5 വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ വെറും 73%. നിഫ്റ്റി നൽകിയത് 95%. ഇപ്പോൾ നിഫ്റ്റിയെ ബീറ്റ് ചെയ്യാൻ ഈ സ്റ്റോക്കിന് കഴിഞ്ഞ 5 വർഷം സാധിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 107% റിട്ടേൺ ഇത് നൽകിയതായി കാണാം. ഇനി അത് കുറച്ചുകൂടി ഷോർട്ടർ ഫ്രെയിമിൽ വന്നാൽ അതായത് കഴിഞ്ഞ ഒരു മാസം 18% റിട്ടേൺ ആണ് ഇത് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. അപ്പോൾ ഇങ്ങനെ ഈ കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്കിലുണ്ടായ ഈ ഒരു മുന്നേറ്റം അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2018 സെപ്റ്റംബറിലാണ് 268 എന്നുള്ള അതിൻ്റെ പീക്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഓൾ ടൈം ഹൈയിൽ ഈ സ്റ്റോക്ക് എത്തിയത്. 2018 ലിത്യം അയൺ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആ സ്വിസ് കമ്പനിയുമായിട്ടുള്ള ആ ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു റാലി ആയിരുന്നു അത്. എന്നാൽ ആ പ്രഖ്യാപനം ഉണ്ടായെന്നല്ലാതെ മാനുഫാക്ചറിങ് തുടങ്ങിയിരുന്നില്ല. അതിനുശേഷം കൊറോണ പാൻഡമിക് വന്നു, ഓട്ടോ സെയിൽസിൽ വമ്പിച്ച് ഇടിവുണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ എക്സൈഡ് ഇൻഡസ്ട്രീസിന് പ്രതികൂലമായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് മൊത്തത്തിൽ ഒരു അണ്ടർ പെർഫോമൻസ് ആണ് ആ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചത്. അപ്പോൾ ബാംഗ്ലൂരിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗിഗാ പ്ലാന്റ് അതിൻ്റെ ഭൂമി പൂജ നടന്നത് 2022 ഒരു മധ്യത്തോടെയാണ്.
അപ്പോൾ ആ 2022 ആ ഒരു ലിഥിയം അയൺ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ശരിയായുള്ളൊരു നീക്കം നടക്കുന്നത് അപ്പോൾ മാത്രമാണ്. അതോടെയാണ് ഈ സ്റ്റോക്കിൽ ഒരു ഉണർവുണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ ആ റാലി മുന്നോട്ട് പോയി അതിൻ്റെ പ്രീവിയസ് ഹൈ ക്രോസ് ചെയ്ത് ഈ സ്റ്റോക്ക് ഒരു ബ്രേക്ക് നീങ്ങിയത് അപ്പോഴാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ അതുകൊണ്ടാണ് മൊത്തം ഇൻവെസ്റ്റേഴ്സിൻ്റെ ലൈം ലൈറ്റിൽ വരാനുള്ള ഒരു കാരണം. ഇനി ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 32,661 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ അത് ഓൾ ടൈം ഹൈയിലാണ് ഇതിൻ്റെ പ്രൈസ് ഉള്ളത്. ഇതിൻ്റെ ROC 10.2ഉം ROE 7.28ഉമാണ്. അത്ര വലിയ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ROE ഒന്നുമല്ല. ഒരു 15% മുകളിലെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കതൊരു നല്ലൊരു ROE എന്ന് പറയാൻ കഴിയും. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഈ സ്റ്റോക്കിൻ്റെ അണ്ടർ പെർഫോമൻസ് ആണ് ഇതിന് കാരണം. ഇനി സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ 9.04ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 11.5ഉമാണ്. അതും ഒരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ വോളിയം ശ്രദ്ധിക്കുക. ആവറേജ് വോളിയം, ഒരു വർഷത്തെ ആവറേജ് വോളിയം 37,88,000 ആ ഒരു റേഞ്ചിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ അത് 1,02,20,000 മേലെ പോയിരിക്കുകയാണ്. അപ്പോൾ അതൊരു വമ്പിച്ചൊരു വോളിയം അക്യുമുലേഷനാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസം. അപ്പോൾ അങ്ങനെ ഒരു അക്യുമുലേഷൻ നടക്കാനുള്ള കാരണം ഈ ലിഥിയം അയൺ ബാറ്ററി സെഗ്മെൻറ്റിൽ ഉള്ള ഈ കമ്പനിയുടെ കടന്നുമാറ്റം കാരണമാണ്. ഈ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.06, ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. ഇപ്പോൾ അത് ഓക്കെയാണ്. അതേപോലെ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ് 46% കാണാം. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഈ 2017 മുതൽ ഇങ്ങോട്ടുള്ള ഏത് ഡാറ്റ എടുത്താലും ഈ പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിൽ ചെറിയ തോതിലുള്ള മുന്നേറ്റം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇടക്കാലത്ത് അവരിതിലൊരു സെൽ ഓഫ് നടത്തിയിരുന്നു. അത് 24% ഹോൾഡിംഗ് ഉണ്ടായിരുന്ന അവർ 19%-ലേക്ക് താഴെ വന്നിരുന്നു. അത് ആ 2021-22 കാലഘട്ടങ്ങളിൽ അവർ ഇത് നല്ല തോതിൽ വിറ്റഴിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക്കാണ് കൂടുതലായിട്ട് ഈ സ്റ്റോക്കിലേക്ക് കയറിയത്. അപ്പോൾ ഇപ്പോഴും ശക്തമായൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം ബുള്ളിഷാണ് എല്ലാവരും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 46%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 12%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 19% ഹോൾഡിംഗാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിൻ്റെ ഒരു പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഓവർ വാല്യൂഡ് പൊസിഷനിലാണുള്ളത്. കാരണം ഇതിൻ്റെ മീഡിയൻ പി 5 വർഷത്തെ പി 20-ൽ താഴെയായിരുന്നു. അതായത് ആ 5 വർഷം 20-ൽ താഴെ ഈ സ്റ്റോക്ക് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അണ്ടർ വാല്യൂഡായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻട്രി ചെയ്തവർക്ക് ഇപ്പോൾ നല്ല ഒരു റിട്ടേൺ സ്വാഭാവികമായിട്ടും ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ കാണുന്നത് 37.4ആണ്. അപ്പോൾ അതിൻ്റെ മീഡിയൻ പിയേക്കാൾ ഏകദേശം ഇരട്ടിയോളമായിട്ട് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പി വർദ്ധിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രി പി 31.4 എന്നും നമുക്ക് കാണാം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു പി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സ്റ്റോക്ക് പി 30 ആണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷനിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോക്ക് പി. ഇനി ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചാർട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എൻട്രി ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുക ഏകദേശം 330-340 ലെവലുകളിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്ന, ആ ലെവലിലേക്ക് ഈ സ്റ്റോക്ക് താഴ്ത്ത് വരികയാണെങ്കിൽ എൻട്രി എടുത്ത് തുടങ്ങാവുന്നതാണ്. എന്നാൽ 300-305 ലെവലിൽ താഴോട്ടേക്ക് സ്റ്റോക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നാണ്. പ്രത്യേകിച്ച് ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് എക്സിറ്റ് ആവണം. എന്നാൽ നിങ്ങളൊരു ലോങ് ടേം ബെറ്റാണ് ഈ സ്റ്റോക്കിൽ ഉദ്ദേശിക്കുന്നത്. ഇത് നല്ലൊരു ലോങ് ടേം സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ 300-305 ലെവലിലൊക്കെ അതിലും താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അദർ വീഡിയോ.